ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്ടെയിൽ മീഡിയ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കടലയായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ 6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച 1.5 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് 4 ഉരുളൻകിഴങ്ങ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം ഒരു 4 വിസിൽ അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ഉരുളൻകിഴങ്ങ് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ആ ഉരുളൻകിഴങ്ങ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 സവാള ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി നമ്മുടെ കടല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ കടല നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത കടല നമുക്ക് ഈ ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഉടച്ചെടുത്തതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് മല്ലിയില. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. എന്നിട്ട് അതൊന്ന് ബൗൾ ചെയ്യാം. ബൗളാക്കിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ഷേപ്പാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ബോൾസും ഇതേ ഷേപ്പിൽ ആക്കിയെടുക്കാം. ആദ്യം ഒരു ബോൾ രൂപമാക്കിയിട്ട് പിന്നെ അത് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുത്താൽ നല്ല ഇഷ്ടമാവും. കാരണം നമ്മൾ ഈ കടല ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമ്മൾ കടലയിട്ട് കറിയാണ് സാധാരണ വെക്കാറ്. നമുക്കിതായിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുത്താലും വളരെ ടേസ്റ്റാണ്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടമായ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് റൗണ്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് കോഴിമുട്ടയിലോട്ട് മുക്കാം. കോഴിമുട്ട ബീറ്റ് ചെയ്തെടുത്തതാണത്. പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് മുക്കാം. അങ്ങനെ എല്ലാതും നമുക്ക് കോഴിമുട്ടയിലോട്ട് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം.
നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഭാഗത്തോട്ട് ഇത് മറിച്ചിടാം. അപ്പോൾ രണ്ട് ഭാഗം കൂടെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണിത്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നമ്മളത് ചിക്കൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. ചെയ്യണം, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.